Hello friends, welcome to a new video. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫാസ്ടാഗ് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് ഫാസ്ടാഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, കാരണം എല്ലാത്തൊരാൾ വീഡിയോ കാണുന്നുണ്ടാവില്ല. അപ്പം ഫാസ്ടാഗ് നമുക്ക് രണ്ട് രീതിയിൽ വാങ്ങാം. ഒന്ന് നമുക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം, ഏതെങ്കിലും ബാങ്ക്സിൻ്റെയൊക്കെ സർവീസസ് ത്രൂ, അല്ലെങ്കിൽ Paytm ആമസോണോ വഴി ഓർഡർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് അക്ഷയ് കേന്ദ്രയിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മളെ നാഷണൽ ഹൈവേസിൻ്റെ ടോൾ ബൂത്തിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു ഫാസ്ടാഗ് ഓൺലൈനായിട്ട് ഒരു ബാങ്ക് ത്രൂ എങ്ങനെ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ICICI ബാങ്കിൻ്റെ ത്രൂ ആണ് ഞാൻ ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ ജസ്റ്റ് അതെങ്ങനെയാണ് ഓർഡർ ചെയ്യുക എന്നുള്ളത് ഞാൻ കുറച്ച് ഡമ്മി ഡാറ്റ വെച്ചിട്ടായിരിക്കും കാണിച്ചു തരിക. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ എടുത്തിട്ട് ജസ്റ്റ് ICICI ഫാസ്ടാഗ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. ICICI ഫാസ്ടാഗ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക്സ് വരും. അതിൽ ICICI ഫാസ്ടാഗ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ലിങ്ക് നിങ്ങൾക്ക് കാണാം. അത് നേരെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. ഒന്ന്, വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ നമ്മൾ ഫാസ്ടാഗ് ഏത് അഡ്രസ്സിലാണ് ഡെലിവർ ചെയ്യേണ്ടത് ആ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ ഈ ഫാസ്ടാഗിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുക. ഇത്രയാണ് നമുക്ക് എന്താ പറയുക ഇതിൽ ഡീറ്റെയിൽസ് വേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മദേഴ്സ് മെയ്ഡൻ നെയിം ഇത്രയാണ് ചോദിക്കുന്നത് ആദ്യം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുത്തു. ഇത് ജസ്റ്റ് ഡമ്മി ഡാറ്റയാണ് കൊടുക്കുന്നത്. നിങ്ങൾ കൊടുക്കുമ്പോൾ എപ്പോഴും റിയൽ ഡാറ്റയാണ് കൊടുക്കേണ്ടത്. ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്ത് കഴിഞ്ഞുകൊണ്ടാണ് എന്താ പറയുക ജസ്റ്റ് നിങ്ങൾക്കൊരു കാണിക്കണം. അടുത്ത സ്ക്രീനിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഡാറ്റ ഇൻപുട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഈ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കണം. അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡമ്മി നമ്പർ കൊടുക്കുകയാണ്. പിന്നെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. പിന്നെ നമുക്കിതിൽ നമ്മളൊരു എന്താ പറയുക ഒരു ID പ്രൂഫ് കൊടുക്കണം. ID പ്രൂഫ് ഈ മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ മൊബൈൽ നമ്പറിലേക്കാണ് നിങ്ങൾക്ക് OTP വരിക. പിന്നെ അടുത്ത് കൊടുക്കുന്ന ID പ്രൂഫ് കൊടുക്കണം. അതിൽ നമുക്ക് ഡ്രൈവേഴ്സ് ലൈസൻസോ വോട്ടേഴ്സ് ID പാസ്പോർട്ടോ പാൻ കാർഡോ ഇതിലേതാണ് നിങ്ങൾ വേണ്ടത്. അതിൻ്റെ സ്കാൻഡ് കോപ്പി ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതും ശ്രദ്ധിക്കുക, ആ സ്കാൻഡ് കോപ്പി 2 MB താഴെ ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. വലിയ ഫയൽസ് എടുക്കൂല. അപ്പോൾ 2 MB താഴെ ആയിരിക്കണം എന്താ പറയുക ഫയൽ സൈസ് ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിതിൽ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്യാണ്. ഒരു ജസ്റ്റ് ഒരു നമ്പർ കൊടുത്തു. ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഫോട്ടോ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ കൊടുത്തിട്ടു. എന്നിട്ട് കണ്ടിന്യൂ അടിക്കൂ. അപ്പോൾ നെക്സ്റ്റ് ആണ്, ഇവിടെയാണ് നമ്മൾ എന്താ പറയുക നമ്മൾ ഏത് അഡ്രസ്സിലേക്ക് ഫാസ്ടാഗ് അവർ എന്താ പറയുക ത്രൂ ഒരു കൊറിയർ സർവീസ് ആയിരിക്കും അയക്കുന്നുണ്ടാവും. അത് ഏത് അഡ്രസ്സിലാണ് ഡെലിവറി ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ വേണ്ടത്. പിന്നെ വേണ്ടത് നമ്മളെ വെഹിക്കിളിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്. അതിൽ നമ്മളെ വെഹിക്കിളിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, മേക്ക് ഏതാണെന്നുള്ളത്, അതേപോലെ തന്നെ അതിന് ഇപ്പോൾ ഒരു മേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആസ്റ്റൺ മാർട്ടിൻ എടുത്തു. അതിൽ ഏതാണ് അതിൻ്റെ മോഡൽ എന്നുള്ളത്. പിന്നെ അതിൽ നമ്മൾ RCയുടെ ഫോട്ടോ കോപ്പി അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം എടുത്ത് വെക്കേണ്ടത് നിങ്ങളുടെ ഒരു ID പ്രൂഫിൻ്റെ കോപ്പി വേണം. അതേപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ മീൻസ് നമ്മുടെ വെഹിക്കിളിൻ്റെ RCൻ്റെ ഒരു കോപ്പിയും കൂടി വേണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് കാണാം. ടോട്ടൽ 499.12 ആണ്. അതിൻ്റെ മുകളിൽ ഒരു കൺവീനിയൻസ് ഫീയും കൂടി അപ്ലൈ ആവും. ആ കൺവീനിയൻസ് ഫീ എത്രയാണെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അത് ഓരോന്നിനും ഇപ്പോൾ നെറ്റ് ബാങ്കിങ് ത്രൂ ആണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ചാർജാണ്, UPI ത്രൂ ആണ് ഒരു ചാർജാണ്, ക്രെഡിറ്റ് കാർഡിന് ഒരു ചാർജാണ്. ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടാണ് ചാർജ് വരുന്നത്. ഞാൻ നെറ്റ് ബാങ്കിങ് ത്രൂ ആണ് ഓർഡർ ചെയ്തിരുന്നത്. എനിക്കൊരു 5 റുപ്പീസിൻ്റെ അടുത്താണ് ഇതിൻ്റെ കൺവീനിയൻസ് ഫീ വന്നത്. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് ഇവിടെ കാണാം, ഈ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ടാഗ് ഇഷ്യൂവൻസ് ഫീ ആണ്, അത് 99.12 ആണ്. ഇതെന്ന് പറഞ്ഞാൽ നോൺ റീഫണ്ടബിൾ ആണ്. പിന്നെയുള്ള ടാഗിൻ്റെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ്, അത് 200. ഇപ്പം നിങ്ങൾ വാഹനം വിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത്
ഇതെന്താ പറയുക ഫാസ്ടാഗ് നിങ്ങൾക്ക് എന്താ പറയുക ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 200 നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. പിന്നെ ഫാസ്ടാഗിൻ്റെ അപ്ലോഡ് എമൗണ്ട് ആണ്. ഈ 200 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫാസ്ടാഗ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അക്കൗണ്ടിൽ ഈ 200 റുപ്പീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ പറയുക നമ്മൾ ഫോൺ റീചാർജ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇപ്പം നമ്മളൊരു സിം എടുത്തു, അതിൽ ബാലൻസ് 200 ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ അത് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് ആയിട്ട് 200 റുപ്പീസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ എന്താ പറയുക ടോൾ ഗേറ്റും പാസ് ചെയ്യുമ്പം ഈ പൈസയിൽ നിന്ന് കട്ട് ചെയ്യുക. ഇതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഈ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഫാസ്ടാഗ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റിസീവ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓൺലൈനായിട്ട് തന്നെ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം, എങ്ങനെയാണ് ഫാസ്ടാഗ് റീചാർജ് ചെയ്യുക കാര്യങ്ങൾ നിങ്ങൾക്ക് വേറൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വേണ്ടത് ഡീറ്റെയിൽസ് ഒന്ന് കൺഫേം ചെയ്യുക, നേരെ പേയ്മെൻറ്റ് ചെയ്യുക. ഇത്രയാണ് വരുന്നത്. ഇതാണ് നമുക്ക് ഓൺലൈനായിട്ട് ഫാസ്ടാഗ് ഓർഡർ ചെയ്യുമ്പോൾ. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, വലിയ ഡിഫിക്കൽട്ടായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിൽ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ ഫില്ല് ചെയ്യുക. അതും ഇത് ഫില്ല് ചെയ്ത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 8 വർക്കിംഗ് ഡേയ്സ് ആണ് ഫാസ്ടാഗ് ഡിസ്പാച്ച് ചെയ്യുക. ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. അത് റിമോട്ട് ലൊക്കേഷൻസിൻ്റെ എനിക്കറിയില്ല. ഇപ്പം എനിക്ക് കോഴിക്കോട് എൻ്റെ അഡ്രസ്സിൽ എനിക്ക് കിട്ടിയത് ഒരു 3 ദിവസത്തിനുള്ളിൽ ഇവർ ഡിസ്പാച്ച് ചെയ്തു ഒരു 3 ഡേയ്സിൻ്റെ അകത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് DTDCയുടെ കൊറിയർ വഴിയാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഫാസ്ടാഗിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ഒരു കസ്റ്റമർ ID നമുക്ക് SMS ആയിട്ട് വന്നിട്ടുണ്ടാകും. നമ്മൾ അതിലൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത നമ്പറിലേക്ക് നമ്മളെ ഫാസ്ടാഗ് ID അല്ലെങ്കിൽ കസ്റ്റമർ ID നമുക്ക് SMS ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ കസ്റ്റമർ ID യൂസ് ചെയ്തിട്ട് നമുക്കങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല നമുക്ക് ഫാസ്ടാഗ് ഓൺലൈനായിട്ട് തന്നെ റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കസ്റ്റമർ ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ആ കസ്റ്റമർ ID രജിസ്റ്റർ ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ICICI ഫാസ്ടാഗെന്ന് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ആ പേജ് ലോഡായി വരും. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലിക്ക് ചെയ്തിരുന്ന ഇവിടെ ICICI ഫാസ്ടാഗ് രജിസ്ട്രേഷനാണ്. ഇനി ചെയ്യേണ്ടത് ഈ മെയിൻ ലിങ്കായി മുകളിൽ കാണുന്ന ഫാസ്ടാഗിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് വരിക. ഇവിടെ കസ്റ്റമർ ലോഗിൻ എന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ടു പ്രൊസീഡ്. ഇപ്പോൾ ഇങ്ങനത്തെ സ്ക്രീനിൽ വരും. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ 2 ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ലോഗിൻ ചെയ്യാനുള്ളത്, ഒന്ന് രജിസ്റ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ലോഗിൻ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ അതിലൊരു കസ്റ്റമർ ID ഉണ്ട്. അപ്പോൾ ആ കസ്റ്റമർ ID വെച്ചിട്ട് എങ്ങനെ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ രജിസ്റ്റർ ഓപ്ഷനിൽ പോയാൽ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SMS വന്ന് കസ്റ്റമർ ID നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇത് കൊടുത്ത് ഞാനിപ്പോൾ ഓൾറെഡി ഇത് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് എനിക്കിത് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഫ്രഷായി ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങൾ കസ്റ്റമർ ID SMS ആയി വന്ന കസ്റ്റമർ ID കൊടുക്കുക. പിന്നെ നിങ്ങൾ ഫാസ്ടാഗ് നേരത്തെ നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫാസ്ടാഗ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ OTP നിങ്ങൾ ഇതിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു യൂസർ നെയിം, പാസ്വേഡ്, അതേപോലെ തന്നെ 3 സെക്യൂരിറ്റി ക്വസ്റ്റ്യനും കൂടി ക്രിയേറ്റ് ചെയ്യാനുള്ള, അത് നമുക്ക് ഫോർഗോട്ട് പാസ്വേഡ് സമയത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി 3 സെക്യൂരിറ്റി ക്വസ്റ്റ്യനും കൂടി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും, കുറച്ച് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ്. അതിലേതെങ്കിലും സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തിട്ട് ആൻസർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. അപ്പം അതിൽ പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതിൽ നമുക്ക് വേണ്ടത് ഒരു അപ്പർ കേസ് വേണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം, നമ്പർ വേണം. ഇത്രയും ക്യാരക്ടേഴ്സ് നമ്മൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ അതിലാവശ്യമുണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ യൂസർ സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അത് വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. അപ്പോൾ നമ്മളിനി അടുത്ത രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ലോഗിൻ ചെയ്യാന്നുള്ളത് കാണിക്കാം. അപ്പോൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഗിൻ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക, ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇത് നമ്മൾ നേരെ അക്കൗണ്ട് സമ്മറിയിലേക്കാണ് വരിക. ഇവിടെ നമ്മളെ ഡീറ്റെയിൽസ് ഉണ്ടാവും, എത്രയാണ് ഈ ടാഗിൻ്റെ ബാലൻസ് എത്രയാണ്,
പിന്നെ ഇങ്ങനത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരും. ഇവിടുന്ന് നമുക്ക് എന്താ പറയുക, നമ്മളെ ടാഗിൻ്റെ സീരിയൽ നമ്പർ എല്ലാം ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ ഉണ്ടാവും നമുക്ക്. പിന്നെ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പേയ്മെൻറ്റ്സിന് ലിങ്കിനകത്ത് റീചാർജ് അക്കൗണ്ട് ഉണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ അവൈലബിൾ ബാലൻസും കാര്യങ്ങളുണ്ടോ, എത്രയാണ് നമുക്ക് റീചാർജ് ചെയ്യേണ്ട എമൗണ്ട് സെലക്ട് ചെയ്യുക. എത്ര റീചാർജ് ചെയ്യേണ്ട എമൗണ്ട് 500 ആണ്, 500 എത്ര റീചാർജ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അതിൽ എന്താ പറയുക, ഇപ്പോൾ ICICI ത്രൂ ആണോ അല്ലെങ്കിൽ UPI ത്രൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ തേർഡ് പാർട്ടി വേറെ ഏതെങ്കിലും ബാങ്ക്സ് വഴിയാണെങ്കിലോ ഉള്ള ഒരുപാട് പേയ്മെൻറ്റ് മോഡ്സ് ഉണ്ട് ഇവിടെ. ഈ പേയ്മെൻറ്റ് മോഡ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫാസ്ടാഗിന് റീചാർജ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫാസ്ടാഗ് എങ്ങനെയാണ് റീചാർജ് ചെയ്യുക എന്നുള്ളതിൻ്റെ കുറിച്ച്. അപ്പം ഇതാണ് നമ്മളെ ഫാസ്ടാഗ്. ഇത് ICICI ടോൾ പേയ്മെൻറ്റ്സ് നമ്മളിൽ കാണാം, കാരണം നമ്മൾ ICICI അത് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ അകത്താണ് ഫാസ്ടാഗിൻ്റെ കാർഡ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് പൊളിച്ച് നോക്കാം. ഓക്കെ, ഇത് ജസ്റ്റൊരു കസ്റ്റമർ ഐഡിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ലെറ്ററാണ്. ഇതാണ് എങ്ങനെയാണ് നമ്മൾ വാഹനത്തിലൊരു ഫാസ്ടാഗ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. പിന്നെ ഇത് റീചാർജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, റീചാർജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെ ഡീറ്റെയിൽസ് തന്നെയാണ് വീണ്ടും ഇതിൽ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് റീചാർജ് ചെയ്യേണ്ടത്, നെഫ്റ്റ് ഓർ RTGS ത്രൂ എങ്ങനെയാണ്, UPI ത്രൂ എങ്ങനെയാണ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് ത്രൂ എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ ഇത് നിങ്ങൾ ഫാസ്ടാഗിൻ്റെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ കംപ്ലീറ്റ് എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്തുണ്ട്. ഇനി നമുക്ക് ഫാസ്ടാഗ് തന്നെ കാണാം. ഇത് ഞാൻ നേരത്തെ ഫാസ്ടാഗ് എങ്ങനെയാണ് നമ്മൾ സ്ക്രീനിൽ ഒട്ടിക്കുക എന്നുള്ളതിൻ്റെ ആണ് ഒരു ഡീറ്റെയിൽഡ്. എന്താ പറയുക, വിൻസ്ക്രീൻ ക്ലീൻ ചെയ്യുക, ഇതിൻ്റെ adhesive ടേപ്പ് റിമൂവ് ചെയ്യുക, സെൻറ്റർ ഫ്രം ദ വെഹിക്കിൾസ് വിൻസ്ക്രീൻ എന്നാണെന്ന് പറയുന്നത്. പക്ഷേ ഞാനിത് സൈഡിലാണ്, ഒരു സൈഡിലേക്കാണ് ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഫാസ്ടാഗ് ഒന്ന് കാണാം. അപ്പം ഇതാണ് നമ്മളെ ഫാസ്ടാഗുള്ള. ഇതിൽ നമ്മളെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടാവും, ഫാസ്ടാഗ് നമ്പർ ഉണ്ടാവും. പിന്നെ ഇത് ICICI ബാങ്കിൻ്റെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ലോഗോ സൈഡിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് 3Mൻ്റെ ടേപ്പാണ് ബാക്കിലുള്ളത്. നമ്മൾ ഈ 3Mൻ്റെ ടാപ്പ് ഊരിയിട്ട് ഇതായിരിക്കും നമ്മളെ ഫേസ് ചെയ്തിട്ടുണ്ടാവുക. ഈ സൈഡ് റീഡർ വരുന്ന ഈ ഭാഗമായിരിക്കും ഗ്ലാസിൻ്റെ മറ്റേ സൈഡിൽ. ഇത് ഈ ഭാഗം ഫേസ് ചെയ്തുകൊണ്ടാണ് എന്താ പറയുക ഒട്ടിക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ ഫാസ്ടാഗിൻ്റെത്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ വാഹനത്തിൻ്റെ എടുത്തിട്ട് കഴിയുന്ന വേഗം എന്താ പറയുക ഓർഡർ ചെയ്യുക. ഇത് കോംപ്ലക്സ് ആയ ഞാൻ കാണിച്ചു തന്നാൽ വളരെ സിമ്പിൾ. നിങ്ങൾ എന്തായാലും വാങ്ങി വെക്കുക. നിങ്ങളിപ്പോൾ അഥവാ എവിടെയും പോകുന്ന ടൈം, എവിടെയെങ്കിലും ടോൾ ഗേറ്റ് പാസ് ചെയ്യുന്ന ടൈം ആണെങ്കിൽ മാത്രം നിങ്ങൾ അക്കൗണ്ടിലേക്ക് പൈസ റീചാർജ് ചെയ്ത് വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വരുന്ന 200 റുപ്പീസിന് അതിൻ്റെ അകത്ത് നിന്നോട്ടെ വെച്ചാൽ മതി. നിങ്ങൾ അഥവാ നിങ്ങൾ പോകുന്ന റോഡിൽ ടോൾ പ്ലാസാസ് ഉണ്ടെങ്കിൽ മാത്രം എന്താ പറയുക അഡീഷണൽ എമൗണ്ട് എന്താ പറയുക ഇതിൽ കയറ്റി വെക്കുക. അപ്പം ഇത്രയാണ് ഈ ഫാസ്ടാഗിൻ്റെ നമ്മളൊരു പരിചയപ്പെടുത്തിയത്. ബാക്കി ഇതിൻ്റെ ഒട്ടിക്കുന്നത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, അത് നോക്കി ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളായ പ്രൊസീജിയറാണത്. അപ്പോൾ അതിനെക്കൊണ്ട് അത് ഞാൻ കാണിച്ച് സമയം കളയുന്നില്ല. ഓക്കെ, താങ്ക് യു.